സ്പോർട്സ് രംഗത്ത് നിന്ന് വരുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലേക്കാണ് ഇനി ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ച് ആണ് വെളിപ്പെടുത്തൽ നടത്തിയത്. 2022 ഓസ്ട്രേലിയൻ ഓപ്പണിനിടെ തന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്നതാണ് ജോക്കോവിച്ച് ആരോപിച്ചത്. കോവിഡ് വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ സെർബിയൻ താരത്തെ ടൂർണമെന്റിൽ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ പിന്മാറ്റത്തിന്റെ യഥാർത്ഥ കാരണം ഇതാണ് എന്നാണ് ഇപ്പോൾ ജോക്കോവിച്ച് പറയുന്നത്. സ്പോർട്സ് ഡെസ്കിൽ അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, ഞാൻ ഓർക്കുന്നുണ്ട്, വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ വിലക്കി എന്നൊക്കെയുള്ളത് അന്നത് വാർത്തയായി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണല്ലോ അനിൽ. തീർച്ചയായും അന്നത് വലിയ വാർത്തയായിരുന്നു. നൊവാക് ജോക്കോവിച്ചിനെ പോലെ വലിയൊരു താരം, ഗ്രാൻഡ് സ്ലാം വിന്നർ, ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവൊക്കെ ആയിരുന്ന ജോക്കോവിച്ച് വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ മെൽബൺ കോടതി വിലക്കുന്നു. അദ്ദേഹത്തിനെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒടുവിൽ താരത്തെ നാട് കടത്തി ആ ടൂർണമെൻറ്റിൽ കളിക്കാൻ ജോക്കോവിച്ചിനാവുകയും ചെയ്തില്ല. വലിയ ചർച്ചയാണ് ആയതാണ് വിഷയം. പക്ഷേ തൻ്റെ പിന്മാറ്റത്തിനുള്ള യഥാർത്ഥ കാരണം അതിൽ നിന്നല്ല, അത് ആ കാരണം കുറച്ചുകൂടി ഞെട്ടിക്കുന്നതെന്നാണ് ഇപ്പോൾ നൊവാക് ജോക്കോവിച്ച് പറയുന്നത്. ഒരു ഓസ്ട്രേലിയൻ മാഗസീന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. അതായത് ക്വാറന്റീൻ്റെ ഭാഗമായി താൻ മെൽബണിൽ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തനിക്ക് നൽകിയ ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈയത്തിൻ്റെയും മെർക്കുറിയുടെയും കണ്ടന്റ് തൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയതായി മനസ്സിലാക്കുന്നത്. തീർച്ചയായും തന്നെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കാലം അത്രയായും താൻ അക്കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറയുകയില്ല, ഒരു വിവാദത്തിന് താൻ ശ്രമിക്കുകയില്ല. അത് ഓസ്ട്രേലിയയിലെ ആരാധകരോടുള്ള തൻ്റെ സ്നേഹം കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതിരുന്നത് എന്നാണ് ഇപ്പോൾ നൊവാക് ജോക്കോവിച്ച് പറയുന്നു. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത വർഷം 2023 അദ്ദേഹം വീണ്ടും ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുകയും കിരീടം നേടുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്ന തരത്തിലാണ് എന്ന് വിലയിരുത്തിയത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ നിക് കിർഗിയോസും ഇപ്പോൾ ഈ താരത്തെ പിന്തുണച്ച രംഗത്തെത്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കടുത്ത എതിരാളികളിൽ ഒരാളാണ് നിക് കിർഗിയോസ്, ഓസ്ട്രേലിയക്കാരനാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ നൊവാക് ജോക്കോവിച്ചിന് പിന്തുണ നൽകിയിട്ടൊക്കെ രംഗത്തെത്തിയുണ്ട്. ഈ വിഷയത്തിൽ ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ അധികൃതരാണ് മറുപടി നൽകേണ്ടത്. അവർ ഈ ടൂർണമെൻറ്റ് മറ്റന്നാളാണ് തുടങ്ങുന്നത്. തൊട്ട് മുമ്പുള്ള നൊവാക് ജോക്കോവിച്ചിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ എന്താണ് അവരുടെ മറുപടി എന്നുള്ളത് ഇനി കായിക ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അനുജ, അതെ, 2022 ഓസ്ട്രേലിയൻ ഓപ്പണിനിടെയാണ് തന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി എന്ന വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നൊവാക് ജോക്കോവിച്ച് രംഗത്തെത്തിയത്.